എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു മാർബിൾ കേക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് മാർബിൾ കേക്ക്. മാർബിൾ കേക്ക് കൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒരു ചോക്ലേറ്റ് കേക്ക് കഴിച്ചതിൻ്റെ പ്രതീതിയും കിട്ടും, ഒരു വാനില കേക്ക് കഴിച്ചതിൻ്റെ പ്രതീതിയും നമുക്ക് കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ കേക്ക്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് 250 ml അളവിൻ്റെ കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദ ഇതിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് ഓഫ് സോഡ, അതും ഒരു പിഞ്ച്, ഒരു ലേശം നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു സ്വല്പം, ഇതെല്ലാം മധുരമെല്ലാം ഇടുമ്പോഴത്തേന് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് എല്ലാം പാൽപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഇതുപോലെ ഒന്നിച്ച് പിടിക്കത്തക്ക പോലെ എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 3 മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാം. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് മുട്ട ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്ററെടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ മുട്ട നന്നായിട്ട് അടിഞ്ഞു വരുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തൊന്ന് പതപ്പിച്ചെടുക്കുക. ഇതുപോലെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് 250 ml അളവിൻ്റെ കപ്പിൽ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും മുട്ടയും വാനില എസൻസും ബീറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലെ വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാല്
ഒഴിച്ചു കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ചോക്ലേറ്റ് കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂണും മിൽക്ക് പൗഡറും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ഇത് സൈഡിലേക്ക് വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും തമ്മിൽ നമുക്ക് യോജിച്ചു. ഇനി ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ ബീറ്റ് ചെയ്ത മുട്ട ഇത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും. അപ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മിക്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നന്നായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചു, മിക്സ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിക്സ് എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് മിക്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 8 ഇഞ്ച് വലിപ്പമുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും അറിയാമല്ലോ, ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ എടുത്ത് വച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് നന്നായി നമ്മൾ അപ്പോൾ ബാറ്റർ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് നമുക്ക് ഇടകലർത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഇതുപോലെ നമുക്ക് ഇടകലർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇടകലർത്തി ഒഴിച്ചു. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ സ്റ്റീററോ ഉപയോഗിച്ച് നമുക്ക് ഇതിങ്ങനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഷേപ്പിലൊക്കെ അങ്ങ് വന്നോളും കേക്ക്. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റീറർ വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഹെയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓവനിൽ ആണ് ഈ കേക്ക് വെക്കാൻ പോകുന്നത്. ഓവനിൽ 170 ഡിഗ്രിയിൽ നമ്മൾ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 170 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഓവൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കി ഓവനിൽ നിന്ന് നോക്കി കേക്ക് എടുക്കുക. അപ്പം നമ്മൾ മൊത്തം 20 മിനിറ്റ്സിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 10 മിനിറ്റ്സും കൂടെ വെച്ചു. ടോട്ടൽ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക. നോക്കി കേക്കെല്ലാം നല്ല ക്ലീനായിട്ട് വെന്തു. സ്റ്റിറർ ഇട്ട് നോക്കിയപ്പോൾ നല്ലതായിട്ട് വെന്തു ഇരിക്കുന്നു. അപ്പം ബേക്കായി, നല്ലതായിട്ട് ബേക്കായി. ഇനി നമുക്ക് ഒന്ന് കുറച്ച് ആറാൻ വേണ്ടി വയ്ക്കുക. ആറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് കേക്ക് ടിന്നിൽ നിന്ന് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു കത്തി വെച്ച് ഇതിൻ്റെ സൈഡെല്ലാം ജസ്റ്റ് ഇതുപോലൊന്ന് ആക്കി നമുക്ക് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് ആക്കി കൊടുത്തതിന് ശേഷം റൗണ്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റോ പ്ലേറ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. അപ്പം ഡിമോൾഡ് ചെയ്യുന്നതിൻ്റെ കേക്ക് നമുക്ക് ഈ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് മാറ്റാം. നോക്കി നല്ല പെർഫെക്ഷനോടെ വന്നിരിക്കുന്നു. നല്ല സോഫ്റ്റായിട്ട്, എത്ര നല്ല ഭംഗി സോഫ്റ്റ് നോക്കി, നല്ല സോഫ്റ്റായിട്ട് വന്നു. ഒരു ശകലം പോലും
അധികം ഡാർക്കും ഒന്നും ആവാതെ നോക്കി നമുക്ക് സൈഡിലത്തെ ബട്ടർ പേപ്പറും എല്ലാം എടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തൊന്ന് മുറിച്ച് ഞാൻ കാണിക്കാം. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഈ നൈഫ് ഇതിനകത്തൂടെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. നോക്കി നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഏറ്റവും നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്നുണ്ട് കേക്ക്. മുറിച്ച് വേണേലും ഞാൻ കാണിക്കാം. നല്ലതായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഈ ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.